എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. അവരാധം വീഡിയോകൾക്ക് ഒരു ചെറിയ പോസ് കൊടുത്തിട്ട് എൻ്റെ ഒരു ചെറിയൊരു ട്രാവൽ വീഡിയോ ആണിത്. ആൻഡ് നിങ്ങളാരും കാണാത്ത കുറച്ച് ഹിഡൻ സ്പോട്ടുകൾ നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിനകത്തൂടെ കാണിക്കുന്നതായിരിക്കും. ഈ ട്രാവൽ വീഡിയോ എടുത്ത് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടേക്കാണോ ഞാൻ പോകാൻ പ്ലാൻ ചെയ്തത് ആ സ്ഥലത്ത് എത്തിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. കാരണം ഇതൊരു ബ്ലോഗായിട്ട് ചെയ്യണമെന്ന് എനിക്ക് വലിയ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ വന്നു, ഇപ്പോൾ ഒരു 3ാമത്തെ ദിവസമായി. ഈ ഒരു 3 ദിവസം കൊണ്ട് കുറച്ച് ക്ലിപ്പുകളും ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി, അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കാം. കാരണം എനിക്ക് തോന്നുന്നു ഒരു ട്രാവൽ ബ്ലോഗേഴ്സും ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന സ്ഥലങ്ങളിൽ പോയതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നില്ല. കാരണം റിസർവ്ഡ് ഫോറസ്റ്റിനകത്തുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഇത് ഗൂഡല്ലൂരാണ്, നമ്മുടെ ഊട്ടി റോഡിൽ ഗൂഡല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാം ഹൗസ് ഉണ്ട്. ആൻഡ് ആ ഒരു ഫാം ഹൗസ് ഒരു റിസോർട്ട് ഫോറസ്റ്റിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ അവന് കുറച്ച് കൃഷിയും പരിപാടികളും ഒക്കെ ഉണ്ട് ഇവിടെ. ആ കൃഷികളും പരിപാടികളും എല്ലാം ഞാൻ കാണിച്ചു തരും. അതോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് ഹിഡൻ സ്പോട്ടുകൾ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 2 ദിവസമായിട്ട് ഇപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയും വരും ദിവസങ്ങളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം കാണും എന്തായാലും ഇവിടെ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കുറച്ച് വെറൈറ്റി സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എവിടെ നിന്നാണോ തുടങ്ങിയത് ഈ ഒരു ട്രിപ്പ്, അതിൻ്റെ സ്റ്റാർട്ട് തൊട്ട് ഇങ്ങനെ കണ്ടുവാ. ഊട്ടി ബസ്സിലാണ് എൻ്റെ യാത്ര അങ്ങോട്ട് തുടങ്ങിയത്. ഇതിപ്പം ഞാൻ നിലമ്പൂർ എത്തിയപ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. നിലമ്പൂർ കുറച്ചധികം നേരം നമ്മുടെ ഈ ഒരു ബസ് സ്വിഫ്റ്റിലായിരുന്നു. സ്വിഫ്റ്റ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു പെട്രോൾ അടിക്കാനും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടിരുന്ന സമയത്താണ് ഞാൻ മെല്ലെ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഊട്ടി ബസ് കൊല്ലം, ആലപ്പുഴ, വൈറ്റില, തൃശ്ശൂരൊക്കെ വഴി നമ്മുടെ പെരിന്തൽമണ്ണയൊക്കെ കയറിയിട്ടാണ് ഇവിടെ നിലമ്പൂർ എത്തിയത്. കുറച്ച് അധികം നേരം എനിക്ക് പോസ്റ്റ് കിട്ടിയിട്ടോ അവിടെ. കാരണം ആ പെട്രോൾ അടിക്കാനായിട്ട് ആ മെഷീൻ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ കുറേ നേരം അവിടെ കിടന്നു. ആ സമയത്താണ് മെല്ലെ ക്യാമറയൊക്കെ എടുത്ത് ഞാൻ മെല്ലെ തുടങ്ങിയത് പരിപാടി. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ, വലിയ അങ്ങ് വിചലിമ്പിച്ച ബസ് സ്റ്റാൻഡൊന്നുമല്ല. രാവിലെ എനിക്ക് തോന്നുന്നൊരു 6-7 ആയി. ബസ്സിനെ കുറച്ച് എളുപ്പമൊക്കെ എടുത്ത് കണ്ടോ നമ്മുടെ കണ്ടക്ടർ പാവം ക്ഷീണിച്ച് കിടന്നു. എല്ലാം ഞാൻ ക്യാമറ എടുത്ത് പുറത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു സണ്ണൊക്കെ ഇങ്ങനെ സൺറൈസും പരിപാടിയൊക്കെ ആയിട്ട് ആ ഒരു ടൈം ഇങ്ങനെ ഗ്ലിഞ്ചായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് സാധനം കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ഒക്കെ എനിക്ക് രാവിലെ തന്നെ കിട്ടി. അതൊക്കെ കണ്ട് മെല്ലെ ഇങ്ങനെ ബസ്സിലിങ്ങനെ പാട്ടൊക്കെ പാടി ഞാനിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തായിരുന്നു അങ്ങ് പൊക്കോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഫ്രണ്ട് വന്നു എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ അവൻ്റെ മഹീന്ദ്ര ജീപ്പിൽ അങ്ങോട്ട് യാത്ര തുടങ്ങി. കൂടല്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് അവനെ പിക്ക് ചെയ്തത്. അപ്പോഴൊന്നും ക്ലിപ്പൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവനെ വന്ന് കണ്ട് ആ സമയത്തൊന്നും നമ്മൾ കഥയൊക്കെ പറഞ്ഞ് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു, അയ്യോ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ എടുത്തേക്കാം എന്നും പറഞ്ഞ് മെല്ലെ വണ്ടിയിലിരുന്ന് കൊണ്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതൊക്കെ ആദ്യമേ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു റോഡ് മൊത്തം ഇങ്ങനെയായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത് ഈ പരിപാടിയൊക്കെ അങ്ങോട്ട് തുടങ്ങിയത്. അവൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നല്ല ഒന്നാന്തരം ഓഫ് റോഡ് അങ്ങോട്ട് റൈഡ് എടുക്കണമായിരുന്നു. അതും നിങ്ങൾ ഈ കാണുന്ന കണക്കൊന്നുമല്ല. ഞാൻ വരും ദിവസങ്ങളിൽ വേറെയും കുറേ വീഡിയോസൊക്കെ കാണിച്ചു തരാം. നല്ല ഒന്നാന്തരം ഓഫ് റോഡാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓ വാലി എന്ന് പറയുന്ന ഒരു മലകൾക്കിടയിലുള്ള ഒരു സ്ഥലത്താണ് ഇവൻ്റെ ഈ ഒരു ചെറിയൊരു ഫാം ഹൗസും അതുപോലെ തന്നെ ഇവൻ്റെ ചെറിയ കൃഷിയും പരിപാടിയൊക്കെ ഉള്ളത്. അപ്പം ഈ ഓ വാലി എന്ന ഒരു സ്ഥലത്തിന് പേര് വരാനുള്ള ഒരു കാരണം തന്നെ അവൻ എന്നോട് പറഞ്ഞത് ഈ മലകൾക്കിടയിലുള്ളൊരു സ്ഥലം, അതുകൊണ്ടാണ് ഇതിനെ ഓ വാലി എന്ന് പറയുന്നത് എന്നുള്ളൊരു സാധനമാണ് അവൻ ഈ തന്നത്. പിന്നെ നല്ല ഓഫ് റോഡായിരുന്നു. എൻ്റെ നടുവും പുറമൊക്കെ പണ്ടാരം അടങ്ങി. കുറേ നാളായിട്ട് ഞാൻ അങ്ങനെ ട്രക്കും പരിപാടി അല്ലെങ്കിൽ ഓഫ് റോഡിങ്ങിനും ഒന്നും അങ്ങനെ പോകാത്തതുകൊണ്ട് തന്നെ ശരീരം അനങ്ങിയിട്ടില്ലായിരുന്നു. നമ്മൾ മറ്റേ വീട്ടിൽ ഇരുന്നുള്ള റിയാക്ഷൻ പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഒരു ഓഫ് റോഡിനോ ട്രക്കിംഗ് പരിപാടി ഹൈക്കിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ശരീരം ഇളകിയപ്പോഴത്തേക്ക് 2 ദിവസം നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ കലക്കം ഓഫ് റോഡിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു റിസർവ് ഫോറസ്റ്റിന്റെ അകത്ത് വരുന്നൊരു ഏരിയ ആണ് ഇതൊക്കെ. നമ്മൾ സാധാരണക്കാർക്ക് പിന്നെ ഇതൊക്കെ ഒരു റിസർവ് ഫോറസ്റ്റിന് അകത്ത് വരുന്ന ഏരിയ കേട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മൊത്തം. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർ നമ്മൾ കയറി വരുമ്പോൾ ഫോറസ്റ്റുകാരുടെ വക ചെക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒന്നും
ഓടിച്ചാടി കയറി ഇതിനകത്തോട്ട് വരാൻ പറ്റില്ല. ഇവിടുന്ന് തന്നെ നമ്മൾ പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, അതെല്ലാം റിസർവ് ഫോറസ്റ്റിൻ്റെ അകത്താണ്. ഇവിടെ ഈ താമസിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ നിങ്ങൾ കണ്ടില്ല, ഇതൊന്നും പട്ടയമില്ലാത്ത ഭൂമിയാണ് കേട്ടോ. ഇവരുടെ പേരിൽ മറ്റേ ആധാരവും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും പട്ടയം ഇവർക്കാർക്കും ഇല്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പിന്നെ മലയാളികളും തമിഴന്മാരും രണ്ട് കാറ്റഗറി ആൾക്കാരും ഇവിടെ താമസമുണ്ട്. കൂടുതലും എനിക്ക് തോന്നി കടകളൊക്കെ മലയാളികളുടെയാണ്. ഞങ്ങൾ ഇപ്പം ഈ പോകുന്ന റൂട്ടിലൊന്നും കടയൊന്നുമില്ല. ഇതിനൊരു 4 കിലോമീറ്റർ 4-5 കിലോമീറ്ററോളം പക്ക ഓഫ് റോഡിങ് ആണ്. ഓഫ് റോഡ് കയറിയേ നമുക്ക് ഇവൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ഓഫ് റോഡിങ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ കുറച്ചുകൂടെ നീറ്റായിട്ടുള്ള ഒരു ഓഫ് റോഡാന്ന് പറയാം. പക്ഷേ ചില സ്ഥലത്തൊന്നും എനിക്ക് ഫോൺ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്ക് വണ്ടി ഇവിടുന്ന് എടുത്തെടുത്ത് അപ്പുറത്തോട്ട് അടിക്കും. ആ ഒരു മൂടായതുകൊണ്ട് തന്നെ ചില സ്ഥലത്തൊന്നും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. നല്ല രസമുള്ള പിങ്ക് വീടല്ലേ, കലക്കം വീടാണ് കേട്ടോ. ഒന്നുകിലൊരു നീല, ഇല്ലെങ്കിൽ പിങ്ക്, ഇല്ലെങ്കിൽ പച്ച, ഈ 3 കളറിലുള്ള വീടുകളാണ് ഞാനിവിടെ കൂടുതലും കണ്ടത്. പവൻ ചേട്ടൻ കയറി പോകുന്നുണ്ടോ, കുറച്ച് അധികം നടക്കണം. ഇവിടെ അകത്തുള്ളവർക്കൊക്കെ ഇപ്പോൾ ജീപ്പൊന്നും ഇല്ലാത്തവർക്ക് കയറി വരണമെങ്കിലൊക്കെ നല്ല നടപ്പ് നടക്കണം. കൂടുതൽ എനിക്ക് തോന്നുന്നു തമിഴന്മാരാണ് കൂടുതൽ ഈ അകത്ത് താമസിക്കുന്നത്. മലയാളികൾ ഉണ്ടെങ്കിൽ പോലും അവരൊക്കെ മെയിൻ ടൗണിലും പരിപാടിയിലൊക്കെയാണ് താമസിക്കുന്നത്. അകത്തോട്ട് കയറി കൂടുതലും തമിഴന്മാരാണ്. അങ്ങനെ നമ്മളിത് അവൻ്റെ ചെറിയ ആ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ മാത്രമേ ഇവിടെ താമസമുള്ളൂ. കുഞ്ഞൊരു ഫാം ഹൗസ് പോലെയാണിത്. പിന്നെ ഇതേ വണ്ടി നമ്മളവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. അവിടെ ജാക്കിക്കൂട്ടനുണ്ട് ആ ഒരു കൂടിനകത്ത്. അവൻ്റെ വീട്ടിലെ നേരെ നമ്മൾ ആ കയറി വന്ന വഴി പുറത്തേക്കൊന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ അങ്ങനത്തെ വ്യൂ. രാവിലെ 2 ദിവസമായിട്ട് എണീറ്റ് നേരെ ഈ ഒരു കാഴ്ചയാണ് എൻ്റെ മനസ്സിനെ അങ്ങോട്ട് കുളിരണിയിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചുമ്മാ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് ഞാൻ മെല്ലെ അകത്തേക്ക് അങ്ങോട്ട് നടന്നു പോയി. അവൻ തന്നെയുള്ളൂ, ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട് തന്നെയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ താഴ്ഭാഗം മാത്രമേ നീറ്റാക്കിയൊക്കെ ഇട്ടിട്ടുള്ളത്. ഞാൻ വന്ന ദിവസം ഞങ്ങൾ അധികം അങ്ങനെ പുറത്തോട്ടൊന്നും പോയില്ല. അടുത്ത ദിവസം രാവിലെ അവൻ കിടന്ന് ഉറക്കമായിരുന്നു. ആ സമയത്ത് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ചുമ്മാ രാവിലെ ഒരു വോക്ക് പോകാമെന്ന് പറഞ്ഞ് രാവിലെ ആ ഒരു തേയിലയുടെ ഇടയിൽ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ക്ലിപ്പൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ വിചാരിച്ചു കനത്ത തണുപ്പായിരിക്കും, അങ്ങോട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അധികം വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു രാവിലെ. കുഴപ്പമില്ലാത്തൊരു ചെറിയ കാറ്റും ഒരു ചെറിയ തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് ഞാൻ പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി. അവൻ്റെ നേരെ ഫ്രണ്ടിലുള്ള തേയില എസ്റ്റേറ്റ്, ഒരു ചെറിയൊരു തേയിലത്തോട്ടമാണ്. അവിടെ പണിക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരു കുഞ്ഞു വീടൊക്കെയാണ് കേട്ടോ ഇത്. അടിപൊളിയായിരുന്നു രാവിലെ എന്തായാലും. പിന്നെ സൺറൈസ് ഒന്നും കണ്ടൊന്നുമില്ല. സൺറൈസ് ഒക്കെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ചെറിയൊരു മൂടലുണ്ടായിരുന്നു രാവിലെ, ഒരു മഴക്കാറും പരിപാടിയൊക്കെ ആയിട്ട്. തണുപ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ ഇവിടെ. പക്ഷെ രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും നല്ല ഒന്നാന്തരം തണുപ്പാണ്. ഇത് ഞാൻ വന്ന നെക്സ്റ്റ് ഡേ, അത് കഴിഞ്ഞ് ഇപ്പോൾ 2-ാമത്തെ 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പ് മെല്ലെ രാവിലെയും കൂടി വരുന്നുണ്ട്. പക്ഷെ രാവിലെ ഈ ഒരു വൈബൊക്കെ പിടിച്ച് ഞാനൊരു ഗ്ലാസ്സിലൊരു ചായയൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഊണും പിന്നെ മെല്ലെ കയ്യിലൊരു ടീ ഒക്കെ എടുത്ത് അതൊക്കെ കുടിച്ചാണ് ഞാൻ ഇതുവഴി ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരുന്നത്. നേരെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ്. അതുകൊണ്ട് ചായ ഒന്നും പിടിച്ച് അധികമൊന്നും പോകേണ്ട വന്നില്ല. രാവിലത്തെ ഒരു നടപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം, എങ്ങോട്ടെങ്കിലും മെല്ലെ ഒരു ഓഫ് റോഡോ ഇല്ലെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും പോയി ഒന്ന് കുളിക്കാന്നൊക്കെ പറഞ്ഞ് മെല്ലെ രാവിലെ പുറത്തേക്ക് ഇറങ്ങി. ഞാനപ്പോൾ ചുമ്മാ വഴി കൂടെ കുറച്ച് ഫ്രണ്ടിലോട്ട് അങ്ങ് നടന്നു. അപ്പം മെല്ലെ അവൻ പുറകിൽ നിന്ന് ജീപ്പൊക്കെ ചാടിച്ചെടുത്തോണ്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു വോക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അവൻ പറഞ്ഞു, നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അധികവും നടക്കേണ്ട ഒരുപാട് ദൂരമുണ്ട്, നമുക്ക് ജീപ്പിൽ പോവാം എന്നും പറഞ്ഞതേ പുറകിൽ ആശാൻ ഇപ്പം ജീപ്പിൽ അങ്ങോട്ട് വരും. അവനും ഉണ്ട്. പിന്നെ ഇവിടെ സഹായത്തിന് നിൽക്കുന്ന ഒരു പയ്യനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെയാണ് മെല്ലെ എവിടെയെങ്കിലും പോയി ഒന്ന് കുളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത്. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ അത്യാവശ്യം ലോക്കൽ പിള്ളേരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പം അങ്ങനെ 1-2 പിള്ളേരെയൊക്കെ ഞങ്ങൾ വലിച്ച് ജീപ്പിനകത്തിട്ട് മെല്ലെ ഞങ്ങളുടെ യാത്ര അങ്ങോട്ട് തുടങ്ങി കുളിക്കാൻ പോവാൻ. അപ്പോൾ ഇതാണ് എൻ്റെ സുഹൃത്ത് അജയ്. ഞങ്ങൾ ദുബായ് വെച്ചിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ഞങ്ങൾ സ്ഥിരം കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് അവനോട് ഇങ്ങനെ ഒരു ഫാം ഹൗസൊക്കെ തുടങ്ങി. എന്നിട്ട് ഞങ്ങളത് ഇപ്പോൾ പോകുന്ന ഒരു കുഞ്ഞ് ട്രക്കാണ് കേട്ടോ. ഞാൻ അധികം വീഡിയോ ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റില്ല ഈ ഒരു സമയത്ത്. കാരണം അത്യാവശ്യം നല്ല ഇറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഇറക്കമൊക്കെ എത്തിയപ്പോഴാണ് ഞാൻ മെല്ലെ ഫോണൊക്കെ എടുത്തത്. എല്ലാ സ്ഥലത്തും നമുക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല.
ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ എത്താറായി. ആ ഒരു സമയമൊക്കെ അടുക്കാറായപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ മെല്ലെ കാട്ടിനകത്തൂടെ നടന്ന് ചെറിയൊരു ട്രക്കൊക്കെ എടുത്ത് മെല്ലെ ഞങ്ങൾ ദാ കുളിക്കാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടോട്ട് അങ്ങനെ അധികം പുറത്തുനിന്ന് ആൾക്കാർ വരാറില്ല. ഇവിടെ ഉള്ളവർ തന്നെയൊക്കെ വളരെ കുറവാണ് ഇവിടെ വന്ന് കുളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണെന്നാണ് ആശാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറച്ച് അധികം ഉണ്ടായിരുന്നു. നമ്മൾ ജീപ്പ് മേളിൽ നിർത്തിയിട്ടിട്ട് കുറച്ച് അത്യാവശ്യം നല്ലൊരു ട്രക്ക് എടുത്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് നടക്കാനാണെങ്കിൽ വലിയ നല്ല ഒന്നാം തരം ട്രക്കായി പോകും. ലാസ്റ്റ് ചത്ത് വീഴും എന്നവൻ പറഞ്ഞുകൊണ്ടാണ് പകുതി വരെ ഞങ്ങൾ ഇങ്ങനെ ജീപ്പിൽ വന്നത്. പിന്നെ ഇതേ കണ്ട അവൻ്റെ കൂടെ 2 പിള്ളേർ സെറ്റ് ഉണ്ട്. പിള്ളേർ സെറ്റിനൊക്കെ അവനോട് കറക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം ഇവിടെ ലോക്കൽസ് നമുക്ക് കുറച്ച് സപ്പോർട്ട് വേണം എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കയറുമ്പോൾ, ഇല്ലെങ്കിൽ ഫോറസ്റ്റുകാർ ചോദിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നോക്കിയാൽ നല്ല രസമുള്ള ചുവന്ന പൂവല്ലേ. അതിന് ഇഷ്ടംപോലെ പൂക്കളും പരിപാടികളും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഞങ്ങൾ ഇവിടെയാണ് കുളിക്കാൻ ഇറങ്ങുന്നതെന്ന്. പക്ഷേ അല്ല, കുറച്ചും കൂടെയും പോകണം. ഇതൊരു ചെറിയൊരു പഴയ എന്താണ് ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു പാലമൊക്കെയാണെന്നാണ് പറഞ്ഞത്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല വ്യൂ ആണ് എന്തായാലും ഇവിടെയൊക്കെ. എപ്പോൾ വന്നാലും ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴാണ് മക്കളെ സീൻ മാറിയത്. നല്ല ഒന്നാം തരം തണുപ്പായിരുന്നു. വെള്ളത്തിൽ കിടക്കുന്ന വീഡിയോ ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല, ചട്ടിപ്പുറത്തായതുകൊണ്ട്. ഇതാണ് ഇവിടെയാണ് ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങിയതുമല്ല. മേളിൽ നിങ്ങൾ കണ്ടത് ഒരു ചെറിയൊരു ടീ എസ്റ്റേറ്റ് ആണ്. എന്നിട്ട് ഇതാ ഇങ്ങനെ വെള്ളം ഒഴുകി വരും, മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല ഒന്നാം തരം വ്യൂ ആണ് കേട്ടോ ഇവിടെ. ഞങ്ങളൊരു പാറപ്പുറത്ത് കയറി ഇരിക്കുമായിരുന്നു. അധികം ആൾക്കാരൊന്നും വന്ന് വൃത്തികേടാക്കിയിട്ടില്ല എന്ന്, അല്ലെങ്കിൽ അധികം ആൾക്കാർ വരുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു സ്ഥലമൊക്കെ. പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള ഒരു വേസ്റ്റും ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. നല്ല വൃത്തിയായിരുന്നു. അധികം ആൾക്കാർ വരത്തില്ല ഇവിടെ എന്നാണ് ഞാൻ പൊതുവെ പിള്ളേരൊക്കെ പറഞ്ഞത്. നല്ല ഒന്നാം തരം വ്യൂ ആയിരുന്നു കേട്ടോ എന്താണെങ്കിലും. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇന്ന് കുറേ അധികം നേരം വെള്ളത്തിൽ കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയി ഫോണൊക്കെ എടുത്ത് മെല്ലെ കുറച്ച് ക്ലിപ്പുകൾ എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങി. എന്നാൽ പിന്നെ ഇത് കൂടെയൊക്കെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അതൊക്കെ കുറച്ച് ഓഫ് റോഡ്, നല്ല കനത്ത ഓഫ് റോഡ് കയറി ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ചത്തുപോയി, ചാർജൊക്കെ തീർന്നു. അധികം നേരം ഫോണിൽ ചാർജ് നിൽക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് വെറുതെ എന്തിനാണ് ഇനി അപ്പം തന്നെ മൂന്നാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. വീണ്ടും തേയില എസ്റ്റേറ്റിലൂടെ ഞങ്ങളിങ്ങനെ ഓഫ് റോഡൊന്നും അല്ല കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത മഞ്ഞുമായിട്ടുള്ള റോഡ് കൂടെ ആയിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ അവൻ്റെ ഫാം കാണാൻ വേണ്ടിയുള്ള അവൻ്റെ കുറച്ച് എന്താണ് തേയില, അങ്ങനത്തെ കുറച്ച് തേയില മാത്രമൊന്നുമല്ല, അവന് കാപ്പിയുടെ കുറച്ച് കൃഷിയുണ്ട്, അതുപോലെ തന്നെ വാഴ കുറച്ച് കൃഷിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ആ വീടുള്ള സ്ഥലത്തു നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഈ ഒരു ഇവൻ്റെ കുറച്ച് പ്രോപ്പർട്ടി പരിപാടികളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ വണ്ടി എടുത്ത് അടുത്ത ദിവസം അതൊക്കെ കാണാനായിട്ട് അങ്ങ് ഇറങ്ങിയതാണ്. ഒന്നാം തന്നെ റോഡായിരുന്നു കേട്ടോ. ആ ഭാഗത്തേക്കുള്ള കുറേ ദൂരം ഇതേപോലെ അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ലാത്തൊരു റോഡൊക്കെ ആയിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കളിയും മാറും. പിന്നെയും കുറച്ച് അത്യാവശ്യം നല്ല ഓഫ് റോഡൊക്കെ വരാൻ തുടങ്ങി. അടുത്തൊരു പള്ളി കണ്ട, കർത്താവുണ്ട് എന്തായാലും അവിടെ തന്നെ. ഇതെല്ലാം കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റ് എടുക്കുമ്പോഴാണ് തോന്നുന്നു അങ്ങോട്ട് ചെറുതായിട്ട് ചെറിയ ഓഫ് റോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നല്ല ഓഫ് റോഡ് അങ്ങോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ ആ സമയത്ത് മാക്സിമം ഫോൺ അങ്ങ് മാറ്റി. കാരണം 2-3 പ്രാവശ്യം എൻ്റെ നിന്ന് ഫോൺ തെറിച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് പോയി. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, അളിയാ സൂക്ഷിച്ചോ, ലാസ്റ്റ് ഫോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനെയുള്ള കയ്യാങ്കളികൾ ഒരു പരിധിയിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ വല്ല ഫോൺ അങ്ങ് മാറ്റി. ഇത് വലിയ കുഴപ്പമില്ലാത്ത ഓഫ് റോഡ് പരിപാടിയൊക്കെയാണ്. ചിലയിടത്തൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, എടുത്തടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്. പിന്നെ കൂടുതലും ഞാനിവിടെ കണ്ടത് തേയിലയാണ് കേട്ടോ. തേയില കൃഷിയാണ് കൂടുതലും ഒരു ഭാഗത്ത് കൂടുതലും ഉള്ളത്. നമ്മുടെ കറക്റ്റ് ഈ പ്രോപ്പർട്ടി വരുന്നത്, ഇവൻ്റെ വീടാണെങ്കിലും ഇവൻ്റെ ഈ ഒരു ഫാം പരിപാടി കൃഷി സ്ഥലങ്ങളൊക്കെ വരുന്നത് ഗൂഡല്ലൂർ ടൗണിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ കൃഷിസ്ഥലത്തിൻ്റെ അടുത്തെത്തി.
വണ്ടിയൊക്കെ അവിടോട്ട് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് മെല്ലെ ചെറുതായിട്ടങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുകൂടെയും പോവും വണ്ടി, അങ്ങ് വരെ ചെല്ലും. പക്ഷെ ഞങ്ങൾ മെല്ലെ അവിടെ അങ്ങ് ഒതുക്കി, എന്നിട്ടൊന്ന് ചെറുതായിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ജീപ്പിൽ തന്നെ ഇരുന്നിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു പരുവാവുന്നുണ്ട്. എന്നെ കാരണമാണ് അവന്മാർ മെല്ലെ അവിടെ നിന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പറഞ്ഞ അളിയാ വയ്യ, ഇനി ഇതിൽ കൂടുതലിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോകും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആവും. ഇതിപ്പം നമ്മളങ്ങനെ സ്ഥിരം ഇങ്ങനെ എന്താണ് നടപ്പും ഹൈക്കും പരിപാടികളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നല്ല വീക്കാണ്. അതുകൊണ്ട് പിന്നെ ഒന്ന് നടക്കാം, ഒന്ന് നടന്ന് ശരീരമൊക്കെ ഒന്ന് ഞെരുവിരി കൊണ്ട് ഒന്ന് സെറ്റാകാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നടന്ന് മെല്ലെ കുറച്ചങ്ങോട്ട് നടന്ന് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ പ്രോപ്പർട്ടിയൊക്കെ എത്തും. കണ്ട ഇതുവഴി ജീപ്പൊക്കെ പോകുന്നതാണ്. റോഡൊക്കെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരാനേ പറ്റത്തില്ല ജീപ്പ് കൊണ്ടെന്നാണ് അവൻ പറയുന്നത്. വണ്ടി ആകെ ശോകമാവും, വണ്ടി നിൽക്കത്തില്ല, തെന്നി പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ കുഴി അങ്ങോട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അങ്ങ് കുഴിയും. പിന്നെ അതിനകത്തൊക്കെ വന്ന് വണ്ടി ചാടിക്കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കയറ്റാനൊക്കെ മുട്ടം പണിയാണെന്നാണ് അവൻ പറയുന്നത്. ഇതാണ് അവൻ്റെ കൃഷി ഏരിയ. കണ്ട വാഴയൊക്കെ നിന്നങ്ങോട്ട് കൊലച്ച് നിൽക്കുന്ന കണ്ട, കൊലച്ച് നിൽക്കുന്നില്ല, വെച്ചിട്ട് കുറച്ച് ആയുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. നേരെ നമ്മൾ കാണുന്ന കുറച്ച് വാഴത്തോട്ടമൊക്കെയാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് കാപ്പിയും പരിപാടിയൊക്കെ അവൻ വെച്ചിട്ടുണ്ട്. പക്ഷെ കാപ്പിയൊക്കെ ഫുള്ള് കാട് കയറി കിടക്കുക. അതിപ്പം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും നിർത്തി ക്ലീൻ ചെയ്യിക്കണം എന്നവൻ പറയുന്നുണ്ടായിരുന്നു. ഞാനും മെല്ലെ അധികം വൈകാതെ ഇതേ കണക്ക് എന്തെങ്കിലും കുറച്ച് അധികം ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പ്രോപ്പർട്ടി വല്ല ഇവിടെ മേടിച്ച് ഇച്ചിരി കൃഷിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോകാമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. മാറ്റാണോ കാട് കയറി കിടക്കുന്ന ഫുള്ള് തോക്കാ. ഓ അതാണ് ആന ഓടിക്കുന്നത്. ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് ആന വിട്ടു പോകും അല്ലേ? അടി ഇവിടെ രാത്രി ആരെങ്കിലും കിടക്കുവോ? കിടക്കുമല്ലേ ഇവിടെ വന്ന്? എടാ ഇതിനകത്ത് ഇപ്പൊ ഏലം ഉണ്ട് അവിടെ ഇതല്ല. ഞാനിവിടെ എത്തി. ആദ്യത്തെ 2 ദിവസത്തെ ചെറിയ ഓഫ് റോഡിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു വാട്ടർഫാൾ ട്രക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നിനിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചന്ദനമല എന്ന് പറയുന്ന ഒരു മലയിലേക്ക് ചെറിയൊരു ഹൈക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അതുകൂടാതെ വരും ദിവസങ്ങളിൽ വേറെ കുറേ സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അങ്ങോട്ട് ഇടുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഞാൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക. എനിക്ക് അറിയത്തില്ല, നമ്മളങ്ങനെ ഈ ഒരു ട്രാവൽ വീഡിയോ അങ്ങനെ എടുത്ത് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.